പോളോൻ്റെ കാറ് അതിൻ്റെ പോളോൻ്റെ വണ്ടി ഡിസൈൻ മാറ്റുന്നത് എനിക്ക് തോന്നുന്നത് 10 വർഷത്തിന് ശേഷം. പക്ഷെ ഇപ്പോഴും ആ കാറ് മറ്റു കാറിൽ നിന്ന് വ്യത്യസ്തമാണ്, ഒരു യുണീക്കാണ്. അപ്പോൾ ഔട്ടാവാത്ത ഡിസൈനുകളുണ്ട്. അത് ഒരു പെർഫെക്റ്റ് ആർക്കിടെക്റ്റിനാണ് അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവർ ചെയ്ത മുൻ വർക്കുകൾ, അവർ 5 വർഷം മുന്നേ ചെയ്ത വർക്കുകളോ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അതൊക്കെ പോയി നോക്കി അവരെക്കുറിച്ച് പഠിച്ച് അവർക്ക് അത്തരം ഡിസൈൻ ചെയ്യാൻ കഴിവുള്ള ആളുകളാണോ എന്ന് നോക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിധി വരെ ഇത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വീട് തന്നെ ഒരു 10-15 കൊല്ലം നമുക്ക് അതന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻറ്റും കൂടി ഡിപ്പെൻസ് ആണ് ആ കാര്യം. കാരണം അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അന്നത്തെ ബഡ്ജറ്റിൻ്റെ പ്ലാൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്യാഷിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബാങ്ക് ബാലൻസ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവും, ആളുകൾ കൂടിയിട്ടുണ്ടാവും, ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ റിക്വയർമെൻറ്റ് തന്നെ മാറി. കാരണം അന്ന് ഒരു ചിലപ്പോൾ 4 ബെഡ്റൂമൊക്കെ ചെയ്തത് ഇപ്പോൾ 6 ബെഡ്റൂമിൻ്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെയും വീട് എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റേത് 10 വർഷം കൂട്ടുന്ന വീടുകൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഒരു 1% ഒക്കെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് സാധനങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അത്തരക്കാർ ശരിക്കും ഭൂരിഭാഗം ജനങ്ങളും അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ 1-2 ആൾ ചെയ്താലും അതെല്ലാവരും ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ അതിനൊക്കെ എടുക്കാറ്. ഉള്ള പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു വീടുമ്പോൾ 1-2 റിനോവേഷന് മാക്സിമം വരുന്നുള്ളൂ. 1 വരുന്നുള്ളൂ, ഇനി മാക്സിമം 2 അതിൻ്റെ ഒപ്പം ആരും റിനോവേറ്റ് ചെയ്യുന്നില്ല.